കാപ്പ കേസിൽ ജയിലിലുള്ള ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് 6 മാസത്തെ അവധി അനുവദിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ. മേയറുടെ കാസ്റ്റിംഗ് വോട്ടും 2 സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണയും നിർണായകമായതോടെയാണ് അവധി അപേക്ഷ പാസായത്. ഇതിനെതിരെ പ്രതിപക്ഷം കൗൺസിൽ ഹാളിൽ ശക്തമായ പ്രതിഷേധമുയർത്തി. കാപ്പ കേസിൽ വിയ്യൂർ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം വാർഡ് ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ അവധി അപേക്ഷയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം അംഗീകരിച്ചത്. 6 മാസത്തേക്കാണ് അവധി അനുവദിച്ചത്. 2 സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണയും മേയറുടെ കാസ്റ്റിംഗ് വോട്ടും നിർണായകമായി. 51 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസ്സായതെന്ന് മേയർ അറിയിച്ചു. മേയറുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അപേക്ഷ അനുകൂലിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോഴേക്കും 50 പേർ കൈ ഉയർത്തിയായിട്ട് കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ ഉണ്ടായി. മേയർ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് 101 കൗൺസിലർമാരിലെയും അവരുടെ അംഗത്വം സംരക്ഷിക്കാൻ വേണ്ടി ഈ 5 വർഷവും എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അംഗത്തിൻ്റെ അംഗത്വം സംരക്ഷിക്കേണ്ടത് മേയറുടെ കൂടി ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലർ അതിനൊരു പിൻബലമായിട്ടുണ്ട്. കാര്യം ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ലാസ്റ്റ് ലൈൻ. താങ്കൾ അയോഗ്യനാക്കപ്പെടുകയില്ല. സുഗതന് അവധി അനുവദിച്ചതിനെതിരെ UDF കൗൺസിലർമാർ പ്ലക്കാർഡുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF സ്വതന്ത്രനായി വിജയിച്ച് പൗണ്ട് കടവ് കൗൺസിലർ സുധീഷും ഭരണപക്ഷത്തിനൊപ്പം നിന്നു. സുഗതൻ വിഷയത്തിൽ BJPക്കൊപ്പമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സുഗതനല്ല പ്രധാന വിഷയം, കൗൺസിൽ മുടങ്ങാതെ 5 വർഷവും മുന്നോട്ട് പോകണമെന്നാണ് നിലപാട്. അതുകൊണ്ടാണ് അവധി അപേക്ഷയെ പിന്തുണച്ചതെന്ന് സ്വതന്ത്ര കൗൺസിലർ സുധീഷ് പറഞ്ഞു. അത് ആവശ്യമായിരുന്നു എന്ന് തോന്നി. കൗൺസിൽ നന്നായി നടക്കണം. സുഗതന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇവിടെ നമ്മൾ പ്രതിഷേധിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്, ഈ കോർപ്പറേഷന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ച ചെയ്തതിലൂടെയാണ് പ്രതിപക്ഷത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ളത്. അല്ലാണ്ട് ഒരു സുഗതന്റെ ഒരു വിഷയം പറഞ്ഞ് ഈ കോർപ്പറേഷനെ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് തെറ്റായി കീഴ്വഴക്കണമെന്ന് ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തതല്ലേ, ഭൂരിപക്ഷമുള്ളവർ ഭരിക്കട്ടെന്നേ. സുഗതന് ശേഷം നല്ല കാര്യം ചെയ്താൽ അവരുടെ കൂടെ നിൽക്കും, തെറ്റ് ചെയ്താൽ റിയാക്ട് ചെയ്യും. അതാണ് 5 വർഷത്തെയുള്ള ഞാൻ ആർക്കും ഉറപ്പ് കൊടുത്തിട്ടല്ല പറഞ്ഞു. ഇന്ന് നടന്നതിനുള്ള പിന്തുണയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആശുപത്രി സംബന്ധമായ വിഷയങ്ങളിലോ ആരോഗ്യപരമായ കാരണങ്ങളാലോ കൗൺസിലർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സാധാരണ അവധി നൽകുന്നത്. കാപ്പ കേസിൽ ജയിലിലുള്ള ഒരാൾക്ക് ഈ ഇളവ് നൽകാനാകില്ല. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് മേയർ സ്വീകരിച്ചതെന്ന് LDF കൗൺസിലർ SP ദീപക് പറഞ്ഞു. അവധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് ഒരു കൗൺസിലർക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത അപകടങ്ങൾ തുടങ്ങിയിട്ടുള്ള ആശുപത്രി ആരോഗ്യം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്ക് പിടിപെട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്നത് പോലെ തന്നെ അവധിക്ക് അപേക്ഷ കൊടുക്കാനുള്ളത്. അതല്ലാതെ കാപ്പ കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള, നമുക്കറിയാലോ കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് ഈ കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ആ പറയുന്ന സുഗതന് ഇവിടെ കൊണ്ടുവന്ന് അവധി അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ന്യായത്തെ വെല്ലുവിളിക്കല മാത്രമാണ് ഈ പറയുന്ന മേയർ ചെയ്തിരിക്കുന്നത്. 1994 മുനിസിപ്പൽ ആക്ട് 91K വകുപ്പും ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറും മുൻനിർത്തിയാണ് BJP പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ചെറുക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.